ചപ്പാത്തി മാവ് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു റെസിപ്പി പറഞ്ഞു തരട്ടെ. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. ചപ്പാത്തി മാവ് ബാക്കിയായാലും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാനിവിടെ ചപ്പാത്തിയുടെ കൂട്ടാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അതിനുശേഷം ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. 5 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറക്കുക, ഒരുപാട് കനം കൂട്ടുക ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിക്കൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് എണ്ണയൊന്ന് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ നിന്നും കത്രിക ഉപയോഗിച്ചോ അല്ലാതെ കത്തി ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ലെയറുകളോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം ഇത് നമ്മൾ മടക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളോളം വേവാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. ഇതിനൊരു മസാല കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാകുമ്പോഴാണ് രസം. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലയുടെ പച്ചമണക്ക മാറി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിക്കാവുന്നതാണ്, ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചപ്പാത്തിയുടെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചെടുക്കുന്നത് ആ ഒരു മസാലയൊക്കെ നല്ലപോലെ തന്നെ കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. ഒരല്പം എരിവൊക്കെ കാണും. അതുപോലെ തന്നെ ഇതിന് മുകളിൽ സെർവ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് കുറച്ച് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.